തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് തമിഴ്നാട്ടിലൊക്കെ. അപ്പോൾ ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് വിജയ് പ്രതിയാകും, മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കും എന്നൊക്കെ പറയുമ്പോൾ ഇത് CBI കുറ്റപത്രം സമർപ്പിക്കാനും ഫെബ്രുവരിയിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് പറയുന്നത്. അതിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇനി മറ്റേതെങ്കിലും പാർട്ടിയെ ഇതിൽ പ്രതി ചേർക്കുമോ എന്നൊക്കെയുള്ളതാണ് ഒരു സസ്പെൻസ് ആയി നിലനിൽക്കുന്നത്. ഈ വിജയ് പ്രതിയാകുമ്പോൾ പ്രത്യേകിച്ച് ഈ മോദിയുടെ ആശയങ്ങളോട് ഒട്ടും താല്പര്യമില്ല എന്നാണ് വിജയ് എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ആശയങ്ങളോട് ഒരിക്കലും താല്പര്യമില്ല. ഈ CBI ഒക്കെ വരുമ്പോൾ എപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായാണ് CBI പ്രവർത്തിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും വിജയിയുടെ ഈ ഒരു പ്രതി ചേർക്കൽ ബാധിക്കാൻ പോകുന്നത്? വിജയിയുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഇത് രാഷ്ട്രീയത്തിനകത്ത് വലിയ ചലനം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു വിഷയം തന്നെ രാഷ്ട്രീയമാണ്. അതിനകത്ത് ഈ ഒരു വിഷയത്തിനകത്ത് ഇദ്ദേഹം ഇറങ്ങി പ്രചരണം എടുത്ത മുഖ്യമന്ത്രി ആകാനുള്ള രീതിയിലേക്ക് തമിഴ്നാടിൻ്റെ ഒരു ലക്ഷണം വെച്ചിട്ട് അതിനുള്ള സാധ്യത, അതായത് ഈ സെലിബ്രിറ്റീസിനെ അതുപോലെ അംഗീകരിക്കുകയും അവരുടെ കൂടെ ആൾ കൂടുകയും വല്ലാത്തൊരു ചലനം ഉണ്ടാക്കുകയും അല്ലെങ്കിൽ അങ്ങനെ ചലനം ഉണ്ടാക്കിയ പാരമ്പര്യമൊക്കെ ഉള്ള ഒരു സംസ്ഥാനമാണ് ഇത്. അപ്പം ഇദ്ദേഹം വരുമ്പോൾ ആളുകൾ വലുതായിട്ട് കൂടുന്നു. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും അതാ ശരിയെന്നുള്ള രീതിയിലേക്ക് ഉൾക്കൊള്ളുന്ന ഒരു ജനത തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് വന്നപ്പോൾ അതിനകത്ത് അങ്ങനെ ആളിനെ കൂട്ടിയാൽ അതിപ്പോൾ ഭരിക്കുന്നവർക്ക് ഒരുപക്ഷെ ഈ പറയുന്ന സ്റ്റാലിൻ്റെ പാർട്ടിക്കും അല്ലെങ്കിൽ അവിടെ നാളെ അധികാരത്തിൽ വരാനിരിക്കുന്ന BJPക്ക് എല്ലാ പാർട്ടിക്കാർക്കും ഇതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടോ? അപ്പം ഇതിനകത്ത് അധികാരത്തിലിരിക്കുന്ന സ്റ്റാലിനെ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി വിജയിയുടെ നീക്കം കാരണമാകുമെന്ന് കണ്ടാണ് വിജയിയുടെ ഇതുപോലുള്ള യോഗങ്ങൾ ഒരുപക്ഷെ ഇല്ലായ്മ ചെയ്യണമെന്നുള്ള ഒരു ധാരണയോടുകൂടി നടത്തിയ ഒരു ഓപ്പറേഷൻ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. കാരണം അത് ഒരുപക്ഷെ ഇത്രയും കൊലപാതകമൊക്കെ നടക്കും എന്നുള്ള രീതിയിലേക്കൊന്നും ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല. എന്നാലും യോഗം അലങ്കോലപ്പെട്ടാൽ, പ്രശ്നമുണ്ടാക്കിയാൽ, അതൊരു വാർത്തയായാൽ ഒരുപക്ഷെ ഇനി ഇതുപോലുള്ള യോഗം സംഘടിപ്പിക്കുന്നതിൽ നിന്ന് വിജയ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പാർട്ടി പിന്മാറുമോ എന്നുള്ളത് വെച്ചിട്ടായിരിക്കും. പക്ഷേ അതിനപ്പുറം ഒരു വലിയ ദുരന്തത്തിലേക്ക് പോയി. ഏതായാലും സംഭവിച്ചു, എന്താണെന്ന് അറിയാം. അതിനുശേഷം ഇതുപോലുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിനകത്ത് നിന്ന് വിജയ് പിന്മാറി. അപ്പം യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിനകത്ത് വോട്ട് മാറ്റുന്നതിനും അല്ലെങ്കിൽ വോട്ട് തിരിക്കുന്നതിനും അയാളുടെ ഭാഗമാക്കുന്നതിനും ഒക്കെ സാധ്യതയുള്ള ഒരു വല്ലാത്ത ഒരു നീക്കത്തിൽ നിന്ന് പിന്മാറ്റം ഉണ്ടായി. അപ്പം ഇനി ഈ കേസും പ്രശ്നമാണ്. കേസ് എൻ്റെ ഒരു വിലയിരുത്തലനുസരിച്ച് അദ്ദേഹത്തെ പ്രതി ചേർത്താൽ അതായത് ഇതൊരു ഗുണമാകുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഗുണമാകും എന്നുള്ളൊരു, അതൊരു വേണ്ട രീതിയിൽ പ്രചരിപ്പിച്ചാൽ അത് ഗുണമാകും എന്നുള്ള രീതിയിലേക്ക് വരും. ഇപ്പോൾ ഏത് രീതിയിലൊക്കെ വരുമെന്നറിയത്തില്ല. ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ഇദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. BJP ഒരുപക്ഷെ ഇവരെ സഖ്യത്തിൽ ഇദ്ദേഹത്തെയും കൂടെ സഖ്യമാക്കിക്കൊണ്ട് സ്റ്റാലിനെ നേരിടാൻ ഒക്കുമോ എന്നുള്ള പഴുതുകൾ ആലോചിക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹം അവിടുത്തെ ഒരു കൃത്യമായ നാളെക്കാലത്തെ തമിഴ്നാട് രാഷ്ട്രീയത്തിന് ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയുന്ന കക്ഷിയായിട്ട് തന്നെ നിൽക്കുന്നു, ഉറ്റുനോക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിനകത്ത് മനസ്സിലാക്കേണ്ട സംഗതി, ഇപ്പം കോൺഗ്രസിന് തമിഴ്നാട്ടിൽ ഇപ്പോൾ പഴയതുപോലുള്ള വലിയൊരു പ്രാമുഖ്യം ഇല്ല, സ്വാധീനമില്ല. അപ്പം ഇതിനകത്ത് പക്ക രാഷ്ട്രീയമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ കലൂർ ദുരന്തത്തിന്റെ ഉത്തരവാദി ആരാണെന്ന് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമല്ല. കാര്യം ഒരു മീറ്റിംഗ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ, ഭരണഘടന അനുസരിച്ചിട്ട് അല്ലേ, സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. അവിടെ ഇപ്പം വിജയിയുടെ മീറ്റിങ്ങുകളിൽ എത്രമാത്രം ആൾക്കാർ വരും എന്നുള്ളത് സ്വാഭാവികമായിട്ടും അതിന് മുമ്പുള്ള മീറ്റിങ്ങുകൾ നോക്കി അറിയാൻ കഴിയും. അപ്പം പിന്നെ ഇന്റലിജൻസ് ഉണ്ട്, അവിടെ പോലീസ് സംവിധാനമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്റലിജൻസ് സംവിധാനവും പോലീസ് സംവിധാനവും ഒക്കെ കൃത്യമായിട്ട് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അവിടെ അതിനാവശ്യമായിട്ടുള്ള പിന്നെ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതും അത് വിജയിയുടെ മീറ്റിംഗ് നടത്തുന്ന ഭാരവാഹികളുമായിട്ട് ചർച്ച ചെയ്ത് സജ്ജമാക്കേണ്ടതൊക്കെ സ്റ്റേറ്റാണ്. അതിന് പരാജയപ്പെട്ടു സ്റ്റേറ്റ്. അതിൻ്റെ പിന്നിൽ പ്രശാന്ത് പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ ലക്ഷ്യമുണ്ട്. അലങ്കോലപ്പെടുത്തുക എന്നുള്ള ചെറിയ ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ അലങ്കോലപ്പെടുത്തലിനകത്ത് ഏറി വന്ന 1-2 പേരുമാണ് മരിച്ചാലും പ്രശ്നമില്ല എന്നൊരു ധാരണയും ഒരു പക്ഷേങ്കിൽ DMKക്ക് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇത്രയും വലിയ ദുരന്തമായി മാറുമെന്നുള്ളത് അവരുടെ ഒരു പ്രതീക്ഷയ്ക്കും അപ്പുറമായിപ്പോയി. ഇനിയിപ്പം വിജയിയെ പ്രതി ചേർത്ത് കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് ഗുണമുണ്ടാവും. അത് ആർക്കാണെന്നുള്ളതാണ് പ്രശ്നം. അത് ഇന്ന് നിലവിലുള്ള സാഹചര്യത്തിൽ വിജയിയെ പ്രതി ചേർത്ത് കഴിഞ്ഞാൽ ആ കേസിന്റെ ഗതി എങ്ങനെ പോകണമെന്ന് നിശ്ചയിക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് കേന്ദ്ര സർക്കാരിനില്ല എന്ന് പറയാൻ പറ്റത്തില്ല, ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പ്രതി ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം TVക്ക് പിന്തുണ നൽകാൻ പോകുന്നത് BJP എവിടെയാണോ ആ സഖ്യത്തിനായിരിക്കും. അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ചിലപ്പം ചലനങ്ങൾ ഉണ്ടാക്കിയേക്കാം. കാര്യം DMKയുടെ ഒരു ബേസിനെ പെട്ടെന്ന് പൊളിക്കാനൊന്നും
അതെ പാടാം, പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഈ TVKയും കൂടെ AIDMK BJP സഖ്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സ്റ്റാലിന് നല്ലൊരു ഭീഷണിയാവും. മാത്രവുമല്ല തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മാറ്റങ്ങളുണ്ടാവും, സാധ്യതയുണ്ടാവും. എന്തായാലും ഈ CBI പ്രതിയാക്കുമോ, ഒരു പക്ഷേങ്കിൽ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഇതിനകത്ത് വരെ ചർച്ചകൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ പോലും നമുക്കറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ മുൻകൂട്ടി വിജയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടാവും, നിങ്ങളെ പ്രതിയാക്കണോ വേണ്ടയോ. അപ്പോൾ പ്രതിയാക്കണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പ്രതിയാക്കാതെ വിട്ടാൽ പോലും, ഇന്നിപ്പോൾ തീരുമാനമായിട്ടില്ല, പ്രതിയാക്കാതെ വിടുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം വിജയ് TVK BJP സഖ്യ മുന്നണിയിൽ ചേരും എന്നുള്ള കാര്യത്തിൽ. പക്ഷെ ഒരു നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന എന്നൊക്കെയാണ് വിജയ്ക്ക് പിന്നെ ഈ ആളുകൾ കൂടാനുള്ള ഒരു ഇതൊന്നും ഇപ്പോ ഒരുപാട് ഫാൻസ് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരുപോലെയുള്ള ഒരാളാണ് ഈ വിജയ് എന്ന് പറയുന്നത്. അപ്പോ പൊതുവെ എല്ലാവരും പറയുന്നത് വിജയ് മറ്റു നടന്മാരിൽ നിന്നും വിജയ് വ്യത്യസ്തനാക്കുന്നത് ഈ സിനിമയിലുള്ള ഏകദേശ നിലപാടുകൾ ഇയാൾ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് എന്നുള്ള തരത്തിലാണ്. അപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ സ്റ്റാലിനോടും BJPയോടും ആശയപരമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരാൾ നിലനിൽപ്പിന് വേണ്ടി അങ്ങനെ മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ നിലപാട് മാറ്റാനുള്ള സാധ്യത രാഷ്ട്രീയമാണ്, ശരിയാണ്, എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷെ വിജയ് പറഞ്ഞിരിക്കുന്ന മുഖ്യ ശത്രു ആരാണ്? DMK ആണ്. അപ്പം മുഖ്യ ശത്രുവിനെ DMK ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ പ്രധാനമായിട്ട് BJP AIDMK അത്രയും വലിയ ശത്രുക്കളല്ല എന്നുള്ളതാണ്. അപ്പം മുഖ്യ ശത്രുവിനെ ഇല്ലാതാക്കുന്നതാണോ രാഷ്ട്രീയ കക്ഷിയുടെ ലക്ഷ്യം, അതോ സ്വയം അല്ലേ? ശത്രു സാർ പറഞ്ഞതുപോലെ മുഖ്യ ശത്രു ആരാണ്? DMK. BJPയുടെ മുഖ്യ ശത്രുവും DMK. അപ്പം മുഖ്യ ശത്രുവിനെ നേരിടുന്നതിന് വേണ്ടി അതേ അസ്വാദം നയിക്കുന്ന ആളുടെ കൂടെ ആശയത്തിനകത്ത് ചിലപ്പോൾ വ്യത്യാസം. തമിഴ്നാടിന്റെ മുന്നോട്ടുള്ള പോക്കിന് DMK തടസ്സമായിരിക്കും. അപ്പൊ അതിന് ആ ഒരു തടസ്സം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ തമിഴ്നാട് രാഷ്ട്രീയത്തെ തമിഴ് ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് DMK അധികാരത്തിൽ നിന്ന് മാറ്റി ജനഗൗരവപ്രദമായിട്ടുള്ള സംഗതി ഭരണ സംവിധാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ DMK മാറ്റാൻ തയ്യാറുള്ളവരുമായിട്ട് യോജിക്കുന്നു. വളരെ എളുപ്പമായിട്ട് വിജയ്ക്ക് അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും. വേണമെങ്കിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കാനും പറ്റും. ഈ പറഞ്ഞതുപോലെ അത് പറയുമ്പോൾ പോലും വിജയുടെ നിലപാടുകളുടെ രാജകുമാരൻ അല്ലേ, രാജകുമാരൻ അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളത് വിശ്വസിച്ചെന്നിരിക്കും. അപ്പൊ തമിഴ്നാട് രാഷ്ട്രീയമാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിനകത്ത് ആശയപരമോ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ചിന്തയൊന്നുമല്ല അവിടെ നയിക്കുന്നത്, വൈകാരികതയാണ് കൂടുതൽ നയിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ DMKയുടെ നടപടികൾ എന്തൊക്കെയാണെന്നും അവരുടെ കുടുംബവാഴ്ച എന്താണെന്നും ഒക്കെ അറിയാത്തവരൊന്നുമല്ല DMKയുടെ അണികളെന്ന് പറയുന്നത്. പക്ഷെ എന്നാലും അവരുടെ തലൈവർ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് നീങ്ങുന്ന കക്ഷികളാണ്. അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ആ ഒരു പാരമ്പര്യമൊക്കെ ഒരു പാലിക്കുന്നുണ്ട്. സ്റ്റാലിൻ ഉദയനിധിമാരനിലേക്ക് വരെ എത്തിയിട്ടുണ്ട് സംഗതി. അപ്പൊ ആ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം വൈകാരികതയുടെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് രാഷ്ട്രീയം നീങ്ങുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഈ നിലവിലുള്ള ഈ ഒരു കരൂർ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ, ഈ വിജയെ ചോദ്യം ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഒരു നല്ലൊരു ശതമാനം മുഖ്യമായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് വിജയ് BJP AIDMK സഖ്യത്തിലേക്ക് വരും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.